മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു പൊരിച്ചപത്തിരി ഉണ്ടാക്കിയാലോ? ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? ആദ്യം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുക. പിന്നെ നമുക്കതിൻ്റെ കുതിർത്ത ശേഷം നമുക്ക് കുറച്ച് അരി കുതിർത്ത ശേഷം നമുക്ക് കുറച്ച് ചോറും കുറച്ച് തേങ്ങയും കൂടെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ മാവ് കിട്ടും. അത് നിന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഇമ്മാനുവേൽ കിച്ചൺ, കേരളം ബൈ ശോശാമ്മ. അപ്പം അതിനൊരു കറി വേണ്ടേ? എന്താ കറിയെന്നറിയണ്ടേ? ഞാൻ ബീഫ് മസാലയെല്ലാം ചേർത്ത് ആവിക്ക് വെച്ച് വേവിച്ചെടുത്തു. അതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതാ കണ്ടോ, വറുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചു. എന്നിട്ട് ഞാനത് കുറച്ച് എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുത്തു. കണ്ടോ, നല്ല എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ? കണ്ടോ, ഇത് നോക്കാം. അപ്പോൾ നല്ല മൊരാന്നുണ്ട്. പൊരിച്ച പത്തിരി ബീഫ് വറുത്ത് പൊടിച്ചതും. എല്ലാവരും ഉണക്കിയല്ലേ പൊടിക്കുന്നത്, ഞാൻ ഉണക്കാണ്ട് തന്നെ പൊടിച്ചത്. അതൊന്ന് ആവി കയറ്റി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തു. എന്നിട്ടത് എണ്ണയിലേക്ക് ഇട്ട് മുളക് പൊടി, ചുവന്നുള്ളി, കരിയാപ്പല, വെളുത്തുള്ളി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം കൂടെ മൂപ്പിച്ച് ഈ ഇറച്ചി വറുത്തതിനകത്തേക്ക് ഇട്ടാളാം. കണ്ടോ, നല്ല എന്ത് രസമാണ്, എന്ത് രുചിയാണെന്നറിയാം. പത്തിരിയുടെ കൂടെയും കഴിക്കാം, അത് തന്നെയും കഴിക്കാം. ഇല്ല കേട്ടോ, എല്ലാം മുരാന്ന്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പൊരിച്ച പത്തിരി കണ്ടോ, അപ്പം തന്നെ അരച്ചിട്ട് നമുക്ക് ഉണ്ടാകാം. ഉണ്ടോ, കണ്ടോ. നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ പൊരിച്ച പത്തിരി കണ്ടോ? സൂര്യപ്രകാശമുള്ള ഇങ്ങോട്ട് അടിച്ചോണ്ടാ വെളിച്ചം കുറഞ്ഞിരിക്കുന്നതില്ല.
എത്ര നാൾ വേണേലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം, കേടാവൂല. മറ്റേ നമുക്ക് ഉണക്കി ഇറച്ചി പുകയത്തൊക്കെ വെച്ച് ഉണക്കിയൊക്കെ എടുക്കാം. പക്ഷേ അത് ഇനി കടിച്ചാൽ മുറിയത്തില്ല, അതിന് കുറേ ഇതാന്നിരിക്കും വറുത്താലും. അതേസമയം ഇതൊന്ന് നോക്കിക്കേ, നല്ല മൊരാന്നുണ്ട് കണ്ടോ കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അധികം ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പുകയത്ത് വെച്ച് ഉണക്കി പിന്നെ അത് ഇടിച്ച്, അത്രയും കഷ്ടപ്പാടില്ല, അതിലും രുചിയായിട്ടുള്ള ഇറച്ചി. ഇതിന് മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് അസുഖക്കാർക്കും കഴിക്കാം. പൊരിച്ച ഒത്തിരി ഇറച്ചി വറുത്ത് പൊടിച്ചത്. ഇറച്ചി ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ ഞാൻ പറയാം. ഇറച്ചി ആദ്യം ചെറുതായിട്ട് നുറുക്കി അടുപ്പിൽ വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു വിസിലടിക്കുന്നിടം വരെ നമുക്ക് അതിൽ ചട്ടി തന്നെ വെക്കുക. എന്നിട്ട് നമുക്കത് തണുത്ത ശേഷം എണ്ണയിൽ തണുത്ത ശേഷം മിക്സിയിലിട്ട് ഒന്നടിക്കുക. അടിക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് വരും. നമുക്ക് ഈ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ പൊടിഞ്ഞ് കിട്ടുന്നോണം പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിൽ മുളകും വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ മൂപ്പിച്ചതിലേക്ക് ഇട്ടിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കുക. കണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറന്നു പോകണ്ട, ഇമ്മാനുവേൽ കുക്ക് ചാനൽ, കേരളം ബൈ ശോശാമ്മ, ഇമ്മാനുവേൽ കിച്ചൺ. കണ്ടോ? പൊരിച്ച പത്തിരി, ഇറച്ചി വറുത്തത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത കേട്ടോ. അല്ല പത്തിരി കാണണമെങ്കിൽ ഇതൊക്കെ കണ്ട, അതിൻ്റെ ഉള്ളൊക്കെ പൊള്ള. ഇതിനകത്തേക്ക് നമുക്ക് ആ പൊരിച്ച ഇറച്ചിയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടോ.
ഉണ്ടോ? ഉള്ളൊന്നും എണ്ണ പിടിച്ചിട്ടില്ല കേട്ടോ. എന്ത് രുചിയാണെന്നറിയാം. ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്നും കൂടെ പറയാം. അരി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അത് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ നിന്നിട്ട് കുറച്ച് ചോറും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണ വെച്ചിട്ട് അതിലേക്ക് കോരി ഒഴിച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ എന്താ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് കറിയും കൂട്ടാം, കറിയില്ലേലും തിന്നാൻ രുചിയാണ്. എന്നിട്ട് ഇതുപോലെ ഇറച്ചി അതുപോലെ കുക്കറിൽ വെച്ച് ഒരു വിസിലടിച്ച് കാത്ത് വെച്ചിട്ട് തണുക്കുമ്പോൾ അത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് പിന്നെ എണ്ണയിൽ ഒഴിച്ച് വറുത്തെടുക്കുക. എന്നിട്ട് മുളകും ഉള്ളി വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം കൂടെ മൂപ്പിച്ച് അതിലേക്ക് ഇതും കൊണ്ട് ഇട്ടിളക്കി ആവശ്യത്തിന് മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്ത് ഇതുപോലെ ആക്കി നമുക്ക് കഴിക്കാം. എന്ത് രുചിയാണെന്നറിയാം. ഇറച്ചി ഇങ്ങനെ ആരും അധികം ഉണ്ടാക്കലില്ല. ഞാനുണ്ടാക്കി മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കാഞ്ഞത്.